നമസ്കാരം. താരസംഘടനയായ അമ്മയിലെ ആഭ്യന്തര തർക്കങ്ങൾ സൂപ്പർ താരങ്ങളുടെ പേരുകളിലേക്ക് കൂടി വഴിമാറുന്നു. താൻ രാജിവെക്കരുതെന്ന് മമ്മൂട്ടി മോഹൻലാലും ആവശ്യപ്പെട്ടിരുന്നുവെന്ന നടി ശ്വേതാ മേനോന്റെ വിശദീകരണത്തിൽ വിശ്വാസമില്ലെന്ന് നടി അൻസിബ ഹസൻ. ഇക്കാര്യം മമ്മൂട്ടി മോഹൻലാലും നേരിട്ട് വന്ന് പറയട്ടെ എന്നും അൻസിബ വെല്ലുവിളിച്ചു. നടൻ ടിനി ടോമിനെതിരായ കേസിൽ മൊഴി രേഖപ്പെടുത്താനായി കൊച്ചി കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു ശ്വേതാ മേനോനെതിരെ അൻസിബയുടെ പ്രതികരണം. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന സൂചനകൾ നിലനിൽക്കെ തന്നോട് പദവിയിൽ തുടരാൻ മുതിർന്ന താരങ്ങൾ ആവശ്യപ്പെട്ടു എന്നായിരുന്നു ശ്വേതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഇതിന് പിന്നിലെ സത്യസന്ധതയെ ചോദ്യം ചെയ്താണ് അൻസിബ രംഗത്തെത്തിയത്. അതേസമയം സംഘടനയിലെ ഈ പുതിയ വിവാദങ്ങളോടും അൻസിബയുടെ വെല്ലുവിളിയോടും മമ്മൂട്ടി മോഹൻലാലും തൽക്കാലം പ്രതികരിക്കില്ലെന്നാണ് ഇവരുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. മുൻപ് സംഘടനയിൽ ഉണ്ടായ വിവാദങ്ങളെ തുടർന്ന് പദവികളൊഴിഞ്ഞ ഇരുവരും നിലവിൽ ആഭ്യന്തര തർക്കങ്ങളിലേക്കോ വ്യക്തിപരമായ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കോ വീണ്ടും വലിച്ചിഴക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഒടുവിൽ രൂപപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിലും താരങ്ങൾ നിശബ്ദത തുടരാനാണ് സാധ്യത. ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി നൽകാൻ കടവന്ത്ര സ്റ്റേഷനിലെത്തിയ അൻസിബയ്ക്ക് മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും മൊഴി രേഖപ്പെടുത്താനാവാതെ മടങ്ങേണ്ടി വന്നു. പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് വൈകിട്ടോടെ താരം സ്റ്റേഷനിലെത്തിയത്. എന്നാൽ മൊഴിയെടുക്കേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ ഇല്ലാത്തതിനെ തുടർന്ന് നടപടികൾ നീളുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് തികച്ചും നിരുത്തരവാദിത്തപരമായ സമീപനമാണ്. മണിക്കൂറുകളോളം സ്റ്റേഷനിലിരുത്തിയിട്ടും മൊഴി രേഖപ്പെടുത്താൻ അവർ തയ്യാറായില്ലെന്നും അൻസിബ പ്രതികരിച്ചു. അൻസിബയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ആദ്യഘട്ടത്തിൽ പരാതി ലഭിച്ചിട്ടും കേസെടുക്കാൻ മടിച്ച പോലീസ് പിന്നീട് കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് നടൻ ടിനി ടോമിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ കടുത്ത ജാമ്യമില്ലാ വകുപ്പുകളാണ് ടിനി ടോമിനെതിരെ ചുമത്തിയിട്ടുള്ളതെന്നും പറയുന്നു. കേസിൽ വരും ദിവസങ്ങളിൽ അൻസിബയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷമേ പോലീസിന് മുന്നോട്ട് പോകാനാകൂ. ടിനി ടോമിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ജാമ്യമില്ലാ വകുപ്പുകളാണ് കേസെടുത്തത്. അതുകൊണ്ട് തന്നെ പോലീസ് നടപടികൾ നിർണായകമാണ്. ഈ വിഷയത്തിൽ സൂപ്പർ താരങ്ങളുടെ മൗനവും നടിമാരുടെ പരസ്യപ്പോരും വരും ദിവസങ്ങളിൽ അമ്മയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ടിനി ടോമിനെതിരെ നിയമപോരാട്ടം തുടരുമെന്ന് തന്നെയാണ് അൻസിബ വ്യക്തമാക്കുന്നത്. അതേസമയം താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ പുകയുന്ന ആഭ്യന്തര തർക്കങ്ങളും കടുത്ത ഭിന്നതകളും പുതിയ പോർമുഖങ്ങളിലേക്ക് വഴിമാറുന്നു. സംഘടനയിലെ ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ കടുത്ത സാമ്പത്തിക ക്രമക്കേട് ആരോപണവുമായി മുതിർന്ന നടി ശ്വേതാ മേനോൻ രംഗത്തെത്തിയതോടെയാണ് വിവാദം പുതിയ തലത്തിലെത്തിയത്. അമ്മയിലെ ഒരു പ്രത്യേക പവർ ഗ്രൂപ്പിനെതിരെയാണ് തന്റെ പോരാട്ടമെന്നും എത്രയൊക്കെ നിശബ്ദയാക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും ശ്വേത വ്യക്തമാക്കി. തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംഘടനയെ പ്രതിസന്ധിയിലാക്കുന്ന നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ സംഘടനയ്ക്കുള്ളിലെ ശക്തമായ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടുക എന്നത് എളുപ്പമല്ലെന്നും ശ്വേത സമ്മതിക്കുന്നു. എങ്കിലും തന്റെ നിയമപരവും ധാർമ്മികവുമായ ഈ പോരാട്ടത്തിലൂടെ സംഘടനയെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികളെയും അവരുടെ വഴിവിട്ട നീക്കങ്ങളെയും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ സാധിക്കുമെന്നാണ് താരം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും താരസംഘടനയായ അമ്മയിൽ പോര് തുടരുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്.